ഖജനാവൊന്നുമല്ലല്ലോ പൂട്ടാൻ. ഖജനാവാണെങ്കിൽ പൂട്ടണ്ട മക്കളെ, മാന്തി എടുത്തോളും. നമസ്കാരം ബോസ്. ഞങ്ങൾ കാശ് പഠിക്ക എന്നെ കൊച്ചിന് പഠിക്ക. എന്റെ കാലും ഞാൻ വീണ്ടും കൊടീശ്വരൻ. കുട്ടികൾക്ക് എന്താ ഉറക്കൊന്നുമില്ലേ? പോയി കിടന്നുറങ്ങൂ. ഓക്കെ ഞാൻ ടാറ്റ പറഞ്ഞു മടുത്തു മക്കളെ. ആ മോളെ ലക്ഷ്മി മോളെ മുള്ളിക്കണേ. നിങ്ങള് മുള്ളണേ, ഇല്ലെങ്കിൽ അവന്മാർ എന്നെ കൊണ്ട് കിടക്കൂരി കഴിക്കും. സമയം 6 ആയില്ലല്ലോ, അപ്പോഴേക്കും തുടങ്ങിയോ? പഞ്ഞൊക്കെ പോയി, ഒരു തണുപ്പത്. ഉറക്കം ഇട്ട് മാറിയിട്ടുമില്ല. ഉറക്കം പോയി. എന്തൊരു വിളക്കത്! ഈ വിളക്കിന്റെ ഐറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ നേരത്ത് ആരപ്പാ മോഹൻജദാരോ? വഴിയില് സിംഹം. ഇതിനൊന്നും ഉറക്കമില്ല. സർവൻസ്, ഈ വൃത്തിയിട്ട ശമ്പളം തീനുകൾ ആരുടെ അമ്മൂമ്മയുടെ മാരേജിന് പോയി കിടക്കുക? ഓ, എന്തൊരു മുട്ട അത്! ആർക്കാണാവോ ഇത്രയും മുട്ടണത്? അതിലിവിടെ തന്നെ അല്ലേ? ഇത് തന്നെ കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? വേറെ അറിയൂ? ആരാ? എന്ത് വേണം? എന്താ താനാരാ? നല്ല പാട്ടാണല്ലോ, നാടോടി ഗായികയാണല്ലേ. പാട്ടൊന്നും വേണ്ട, പുറത്തോ. താൻ ആരാന്നാ ചോദിച്ചത്? ഓഹോ, ഞാനോ? അയാമേ കോൻ ബനേഗ കരോട്ട്പതി, ഈ ബംഗ്ലാവിലെ കൊടീശ്വരൻ. അത് പറയുമ്പോ എനിക്കൊരു കുളിര് വരും. യു ബ്ലഡി. ഓ, യു ബ്ലഡി. ആ സമയത്ത് തരിച്ചു വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. സോറി, ഞാനൊരു കൊടീശ്വരനാണെങ്കിലും ഇത്തരം വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. വേണമെങ്കിൽ ഞാൻ എന്റെ സർവൻസിനെ വിളിക്കാം, അവർക്ക് താല്പര്യമുണ്ടെന്ന് ചോദിച്ചു നോക്കൂ. സർവൻസ്! താൻ എന്താ ധരിച്ചത്? കണ്ടില്ലേ, ഗ്ലൗൺ. എന്താ ഇത് വാടകയ്ക്കെടുത്താന്ന് തോന്നുന്നുണ്ടോ? എന്താ ബോസ് കിടന്ന് കുരയ്ക്കുന്നത്? ബോസിന്റെ മാതാപിതാജി ആരെങ്കിലും പെട്ടെന്ന് അകാലചരമം അടഞ്ഞോ? എന്നെ പോലെ ഒരു കോടീശ്വരൻ ഈ ലോകത്ത് ഒരു വിലയില്ലേ? 6 മണി ആയിട്ടില്ല, കുറച്ചുകൂടെ വിലയുണ്ട്. എന്താ ബോസ് അങ്ങനെ തോന്നാൻ? കോട്ടും സൂട്ടും സ്കൂൾ ബാഗും ഇട്ട് വന്ന ആ സാധനം എന്നെ രാവിലെ തന്നെ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നു. പിടിച്ച് പുറത്താക്കത്തവളെ. ഞങ്ങളുടെ ബോസിനെ രാവിലെ വന്ന് വലവീശി പിടിക്കാൻ നീ യാത് പൂന്തുറയിലെ മുക്കത്തിയാണ്. ഇയാളെന്റെ സർവന്റ് ആണ്. എന്താ, എന്നെ കണ്ട ഞാനാണ് ഇയാളുടെ സർവന്റ് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ തന്നോടല്ല ഇയാളോടാണ് ചോദിച്ചത്. എന്റെ മുഖത്ത് നോക്കി ഇയാളോട് ചോദിക്കാൻ തനിക്കുന്ന കൊങ്ങണ്ണുണ്ടോ? എന്താ പാതിരാത്രിയിൽ അവിടെ ഒരു ബഹളം? ആരും ഇറങ്ങിയില്ലേ? ഓ, ആലിലെ കണ്ണിന് ഇറങ്ങി. ഒച്ച അവിടെ കേട്ടപ്പോ ഇത്ര പെട്ടെന്ന് ആള് ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ല. കട്ടിലിൽ നിന്ന് കാലെടുത്ത് വെച്ചതും ഗോണിക്ക് താഴെ. അല്ല, പരിചയമില്ലാത്തൊരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ ഇവിടെ. ഈ ബംഗ്ലാവിൽ തെയ്യുണ്ണി അറിയാതെ ഒരു പരിപാടി നടക്കൂല മോനെ. എല്ലാ പ്രോഗ്രാമും സ്പോൺസേഡ് ബൈ ഈ തെയ്യുണ്ണി അറിഞ്ഞിട്ട് മതി മോനെ. പൂജ എന്റെ കമ്മീഷൻ കിട്ടാതെ ഇവിടെ ഒരു പൂജ നടക്കില്ല. മുതലാളിയുടെ മോള് പൂജ കുഞ്ഞ്. അത് തന്നെ പറഞ്ഞ മുതലാളി പൂജ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? പൂജമോള് വരുന്ന വിവരം ആരെങ്കിലും കൊണ്ടൊന്ന് കമ്പിക്കടിക്കായിരുന്നില്ലേ? അതും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇവിടം വരെ വന്നൊന്ന് പറയായിരുന്നില്ലേ?
മോൾക്ക് ഓർമ്മയുണ്ടോ ഈ തെയ്യണ്ണയുടെ മുഖം? 7 വർഷം മുമ്പ് മുതലാളിയുടെ ഒപ്പം ഇവിടെ വന്നത്. ഇപ്പൊ ആകെ മാറിയിരിക്കുന്നു. മുഖത്ത് മീശയൊക്കെ വന്ന് എന്തൊരെടുപ്പാ. അതേനാ മീശ ഇല്ലാത്ത മുഖം ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഉറക്കത്തിൽ നിന്നിട്ട് കൊറേ നേരം ഇങ്ങനെ പരിസരബോധം ഉണ്ടാവൂല. അത് ഈ സംസാരിക്കുമ്പോ എനിക്ക് വിക്ക് വരുന്നോണ്ട് ചെവിട് കേട്ടുടാതാ. ഇതൊരു പുതിയ അസുഖം. അതെ അതെ. നിങ്ങളുടെ കോമാളിത്തരം കാണാനല്ല ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ആയിരുന്നോ? ബംഗ്ലാവിന്റെ അവകാശം സ്ഥാപിച്ച് നിൽക്കുന്ന ഇയാൾ ആരാന്ന് എനിക്ക് അറിയേണ്ടത്. പറഞ്ഞു കൊടുക്കടോ. എന്റെ ദൈവമേ, ഇവൻ പിന്നെ വന്ന ഇറങ്ങി പോടാ പുറത്ത്. ഇറങ്ങിപ്പോവാനാ? ഞാൻ സമയമാകുമ്പോ പൊക്കോളാം. ഇവൻ ആരാണെന്ന് അറിയാമോ പൂജക്കുഞ്ഞെ? ഉടമസ്ഥനില്ലാത്ത സമയത്ത് ബംഗ്ലാവിൽ കയറി വന്ന് കോടീശനാണ് അവകാശിയാണെന്നൊക്കെ പറയാ ഇവന്റെ ഹോബി. ഇറങ്ങി പോടാ പുറത്തെന്ന് പറഞ്ഞാ സമയാവട്ടെ സമയാവട്ടെ എന്ന് പറയും. പിന്നെ ദേഹോപദ്രവം ഇല്ലാത്തോണ്ട് ഞങ്ങൾ അങ്ങ് സഹിക്കും. ഭ്രാന്താ. ഭ്രാന്ത് നിന്റെ പാപ്പയ്ക്കാടാ. സത്യമായിട്ട് പറയടാ, അതാണ് അന്തസ്. എഗ്രിമെന്റ് പ്രകാരം വെളുപ്പിന് 6 മണി വരെ ഈ ബംഗ്ലാവിന്റെ ഉടമസ്ഥ അവകാശം എനിക്കാ. ഓശാരത്തിനൊന്നല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് പൊളങ്കൊരു പോലെ എണ്ണി കൊടുത്തട്ടാ. കേട്ടില്ലേ? കാശിനെ തന്നെ പുളിങ്കുരു എന്നാ പറയണ. പ്രാന്തായി. ഏതാ ഇതുങ്ങളൊക്കെ? ഇവിടെ ആരോ പെറ്റിട്ട് പോയതാ. അല്ല, ആരോ വിട്ടിട്ട് പോയതാ. ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാറുണ്ട്. ഞങ്ങളൊന്നും മിണ്ടാറില്ല. വാ തുറന്ന ഇംഗ്ലീഷാ. മറ്റേ വർത്താനൊന്നും നമ്മൾ പറയാൻ പാടില്ല മോളെ. അത് നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല. മുതലാളിയുടെ മകളാണല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ക്ഷമിച്ചപ്പോ എന്റെ ബംഗ്ലാവിനകത്ത് കയറി തോന്നിയാസം കാണിച്ചിട്ട് താനത് പ്രസംഗിക്കൊന്നും വേണ്ട. ഇറങ്ങി പോടോ സ്കൗണ്ടറൽ. ഓ, ഞാൻ കൗണ്ടറാണെന്ന് മനസ്സിലായല്ലോ. അതെ, ഞാൻ ഈ കൊടയിലെ ചിന്ന കൗണ്ടറാ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോണം സംസാരിക്കാൻ. താൻ എന്നെ സംസാരം ഒന്നും പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് തെണ്ടികളെ വിളിച്ച് പുറത്തിറങ്ങിയില്ലെങ്കിൽ എല്ലാത്തിനും പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ബെഗേഴ്സ്. വേണ്ട. What do you say? Because we may be trolley plus, clubbers, but we are not beggars. If you utter the word beggars once upon a time, I will pull out your tongue. ജയൻ അങ്ങാടി സിനിമയിൽ പറഞ്ഞ ഡയലോഗാ. മതി. ഈ കുട്ടികൾ ആരാണെന്ന് നിനക്കറിയോ? നിന്നെ വിലക്കെടുക്കാനുള്ള കഴിവെന്നവർക്കുണ്ട്. ഇവരുടെ ആസ്തി എത്രയെന്ന് അറിയോ? താങ്ക് യു. ഉള്ള അസ്ഥി ചീത്താക്കത് ഇറങ്ങി പോടാ. മണി 6 എഗ്രിമെന്റ് കഴിഞ്ഞു. ഓക്കെ, 6 നിന്റെ ഒക്കെ ഭാഗ്യം. ദേ, തലയിലിട്ട തൊപ്പി, കയ്യിലിട്ട 2 സാക്സ്, പിന്നെ ദേ നിന്റെ അപ്പന്റെ ചെരുപ്പ്, കാലുമത്തെ സാക്സ്, നിന്റെ അപ്പന്റെ വൃത്തികെട്ട ഗ്ലൗം കൊണ്ടേ പുഴുകി തിന്നടി. അതടിക്കരുത്. അത് ഇവിടത്തെ അല്ല. എന്റെയാണ്. ഒരു പാവം മൂർഖം പാമ്പിനെ നീ ഉറക്കത്തിന്ന് വിളിച്ചോടുത്ത് ചെരുപ്പിട്ട കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരിച്ചത്. നോവേറ്റ പാമ്പ് ദാ പുകയും കൊണ്ട് പകയും കൊണ്ടാണ് പോകുന്നത്. സൂക്ഷിച്ചോ. വാ മക്കളെ, കമ്മകേനെ അന്തരട്ടെ. കണ്ട അലവലാദികളൊക്കെ വിളിച്ചേറ്റി ഇവിടെ പഴിഞ്ഞാട്ടല്ലേ. രണ്ടിനും ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. You. അതവൻ തന്നെ. പിടിക്കടാ. നിക്കടാ അവിടെ. ഏയ്. ഇതൊന്നും എടുക്കരുത്. ജട്ടിയോ? ഓവലിപ്പ ജട്ടി ഉണക്കല്ലേ? അറിഞ്ഞത് നന്നായി. താങ്ക് യു. Rascal. ഹലോ, ആരാ? പൂജ മോളോ? പൂജ മോളത് എവിടുന്നാ? ബംഗ്ലാവെന്നാ. ബംഗ്ലാവിന്നോ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. കൂടെ ആരൊക്കെയുണ്ട്? തനിച്ചോ? എനിക്ക് വാസനകളിലൊന്ന് കാണണം. എന്താ മോളെ? നേരിൽ പറയാം. ഈ ഫോൺ
ഇനി ആർക്കു വേണ്ടി ശബ്ദിക്കില്ല. നിന്റെ കണ്ണിൽ നിന്ന് ഇനി ഒരു ഇറ്റി കണ്ണീർ പൊടിഞ്ഞാൽ നിന്റെ അച്ഛന്റെ ആത്മാവിനോട് പൊറുക്കില്ല. ഈ മണ്ണിൽ കിടന്ന അവൻ മരിച്ചത്. ശ്വാസം നിലയ്ക്കാൻ നേരത്തും മോളെ കുറിച്ചായിരുന്നു അവന് വേവലാതി. എല്ലാം മറക്കണം. കുസൃതിയും കുറുമ്പും മാത്രമേ ഈ കണ്ണുകളിൽ വാസനകൾ കാട്ടിട്ടുള്ളൂ. അതേ ഇനി പാടുള്ളൂ. ചെയ്തത് ശരിയോ തെറ്റോ അതെനിക്കറിയില്ല. പക്ഷേ അച്ഛന്റെ ആത്മാവുറങ്ങുന്ന ഈ മണ്ണിലാണ് നീ ആശ്രയം തേടി എത്തിയിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടും നീ സുരക്ഷിതയായിരിക്കും. സതീർത്യോ 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 അവിടെ നിൽക്കുക. ആരാ? ഞാൻ സതീർത്ഥിനെ കാണാൻ വന്നതാ മഹാരാജാവേ. മഹാരാജാവോ? പിന്നെ പഠന താൻ ആരാ? ആര്? താൻ ഞാനോ? പിന്നെ എന്തിനാ അകത്ത് കയറിയത്? ഒരടി മുമ്പോട്ട് വെക്കരുത്. പോലീസ് പിടിക്കും. ഈ ഡോർ നിന്റെ അപ്പനെ അടയ്ക്കണോ? സതീർത്യ സതീർത്യ അമ്മ അപ്പോഴേ പറഞ്ഞത് അച്ഛന്റെ ട്രൗസർ ഇടണ്ടെന്ന്. ഞാൻ ആ വണ്ടിയുടെ ഡോർ അടച്ചില്ല, ശബ്ദം മാത്രം ഉണ്ടാക്കിയുള്ളൂ. ഞാനും അടച്ചില്ല, ശബ്ദം ഉണ്ടാക്കിയുള്ളൂ. ആ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കണ്ട. അയ്യോ, അവനാ ഡോർ തല്ലി പൊളിക്കും. ആരടാ ഞാൻ? നിന്റെ അമ്മോട് ചോദിക്കി. അയ്യ ആരടാ താൻ? ഇതൊന്ന് പിടിച്ച്. എന്തിനാ? ഇറങ്ങി പോയ ട്രൗസർ കേറ്റിടാനാ. കേട്ടിട്ടു. ധനുമാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച. ഇന്നാണ് കുചേല ദിനം. കുചേല ദിനോ? അതെ, ദരിദ്രനായ കുചേലൻ സമ്പത്തനായി തന്റെ സതീർത്യ ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചെന്ന ദിവസം. എവിടെ എന്റെ സതീർത്ഥ്യൻ? എന്താ തന്റെ തലയില്? അവല്. തലയ്ക്കകത്തല്ല ചാക്കിൽ എന്താന്നാ ഓ, ചോദിച്ചത്? ചാക്കിലോ? ചാക്കിലൊരു കാക്കിലോ അവല. പണ്ട് കുചേല കച്ചത്തി വെച്ച് കൊണ്ടുകൊടുത്ത വിയർപ്പ് പിടിച്ച അവലല്ലത്. പിന്നെ? പാലക്കാടിന്റെ പരന്നു കിടക്കുന്ന പച്ച പിടിച്ച പർവ്വതങ്ങളുടെ പ്രദേശത്തിൽ നിന്നും പകല് മുഴുവൻ പണി കേട്ടിട്ട് പച്ചണ കച്ചി കല്ലും മണ്ടിച്ച് ഈ അവല് വെള്ളത്തിലാക്കല്ല വേല ഇത്. ഈ അവല് വെള്ളത്തിലാക്കല്ല വേല ഇത്. അല്ല, ഇതാര്? എന്റെ കൃഷ്ണന്റെ റുക്മണി ദേവിയോ? എന്നാൽ ഇവൻ ഇതിനങ്ങനെ ചാലാക്കി. ഹമാരി ബേട്ടിക്ക് കൈസാക്കി കമർദല സുനിത ബിഫ്രി കലസിത ബിഫ്രിയ. എന്താ പറഞ്ഞത്? താനെന്തായി പിച്ചും പേയും പറയണേ? ആരായാള്? പിടിച്ച് പുറത്താക്കടോ. ഒരു ന്യൂസൻസ് കയറി വന്നോളും. അതിന് പറ്റിയ രണ്ട് ബഫും സെർവൻസും. എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ ബംഗ്ലാവിലെ കോടീശ്വര സിദ്ധാർത്ഥൻ എന്റെ ഏക സതീർത്ഥ്യനാ. എന്റെ വലിയ മുത്തപ്പ, പിടിച്ചാലും വലുതാണ് അളയില്. ഒരു സതീർത്ഥ്യനെ കൊണ്ട് തന്നെ ഈ അവസ്ഥയിലെ കണ്ടില്ലേ? വൈറ്റ് കോളറുകാരൻ കാക്കി ഉടുപ്പിട്ട് കാക്കയെ നോക്കി ഇരിപ്പാ. അതൊക്കെ താനെന്തിനാ ഇയാളോട് പറയണത്? നാട്ടിൽ നിന്ന് അവലും കൊണ്ട് വന്നല്ലേ. നമുക്ക് സതീർത്ഥ്യനെ കാണിച്ചു കൊടുക്കല്ലേ? അങ്ങോട്ടോ ഇവിടെ. ഓക്കേ. അതെ, ഒന്ന് തിരിഞ്ഞു നിന്നേ. എന്തിനാ? അതാണ് ഇവിടുത്തെ ആദിത്യ മര്യാദ. ഓഹോ, ഇതാണോ കുടകിൽ ആദ്യത്തെ മര്യാദലു? കൊള്ളാലോ. ഒന്ന് കുനിഞ്ഞു നിന്നോളൂ. മതിയോ? അങ്ങനെയല്ല, ശരിക്കും കുനിഞ്ഞോളൂ. ഭൂമിയെ തൊട്ട് വണങ്ങിക്കോളൂ. മതിയോ? ഓ, ധാരാളം. സ്പീഡ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. ആവശ്യത്തിനുണ്ട്. Yes, may come in. May come in. അകത്തേക്ക് വന്നോളൂ. ഓ, ഏതോ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത തിണ്ടിയാന്ന് തോന്നുന്നു. അയ്യോ, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഞാൻ അകത്തോട്ട് കയറി വന്നോട്ടെന്നാ. ഓഹോ, അപ്പൊ ഞാനിത് പുറത്തു പോയി നിന്നിട്ട് പറയണോ അല്ലേ? എടാ, ഇതൊക്കെ മര്യാദക്ക് എന്നെ പഠിപ്പിച്ചെന്നൂടെ? ഞാൻ എത്ര കഷ്ടപ്പെട്ട കാശ് കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കണേ? മനുഷ്യനെ നാറ്റിക്കാനൊക്കെ. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. അയ്യോ, എന്റെ ഈശ്വര രാമാനുജൻ, ഇവനും കൂടി ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? നിന്ന് നിപ്പിലില്ലാട്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാ? ആൾമാറാട്ടെങ്കിൽ ആൾമാറാട്ടം. അയ്യേ, അങ്കിൾ എന്തായി കാണിക്കണേ? എങ്ങനെ ചുമച്ചിരുന്നത് ആരോ കൊതി വെച്ചു. ആരാ ഈ സിദ്ധാർത്ഥൻ എവിടെ? സിദ്ധാർത്ഥനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞെ. അപ്പൂപ്പനേതാ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. വിഷുവിന്റെ ക്രിസ്മസ് അപ്പൂപ്പനോ? വിശ്വാസം അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പൻ. ഇറങ്ങി പോടാ പാട്ടി. രാമാനുജൻ ഞാനാടാ, ഞാനാടാ. വിടറ, വിടറ, രാമാനുജൻ ഞാനാടാ. എന്റെ മുമ്പിൽ എന്തിനാണ് ഈ വേഷം കെട്ട്?
നീ കൊടകലെ കുബാരനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കുടിലെ പിച്ചക്കാരനാ. നിന്റെ കൊട്ടാരെവിടെ? പിന്നെ നീ ഇവിടെ? അതെന്റെ ഔട്ട് ഹൗസാ. ഞാൻ മാസത്തിലൊരിക്കലും അവിടെ പോകും. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. നല്ല സ്നേഹമുള്ള ആൾക്കാരാ അവിടെ. അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നേ, പറന്നിങ്ങോട്ട് വന്നേ. ഇപ്പൊ നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. ഓ, രക്ഷപ്പെട്ടു. പ്രശ്നമൊന്നുമില്ലല്ലേ? ഇറങ്ങി പോടാ. എടാ സതീർത്യ, ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരം നന്നാ മതി. പിന്നെ മാസം ഒരു 1500 രൂപയും. നിനക്കേ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. എടാ, ഈ അനാഥ പിള്ളേരെ കൂട്ടത്തിൽ എന്നെ കൂട്ടിക്കൂടെ? അനാഥ പിള്ളേരോ? നീ അവരെന്താ വിളിച്ചേ? കാണിച്ചു തരാടാ. നീ തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. രാവിലെ ലഞ്ചൊക്കെ കഴിഞ്ഞോ? ആളെ കണ്ടുട്ടോ? നമ്മളിവിടെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. വെരി നൈസ് പില്ലോ. നീ ഈ പിള്ളേരെ പറ്റി എന്താ ധരിച്ച്? വ്യക്തമായ മേൽവിലാസവും അവകാശങ്ങളും ഇവർക്കുണ്ട്. ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങ, അതെങ്ങാനും കേട്ടാ നിന്റെ ദേഹത്തുനിന്ന് ചോര തെറിക്കും. അവക്ക് 2 വയസ്സാ. അറിയാതൊന്നും മാന്തിയ കണ്ടോ? ഇതാണ് ഉടമ്പടി പ്രമാണം. ലാഭമില്ലാത്തൊരു കച്ചവടത്തിനും ഈ സിദ്ധാർത്ഥം നിൽക്കില്ല. അനാഥരാണത്രേ. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. പോകാം. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. വഴിയരിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്. മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്. ആരും റീത്ത് സമർപ്പിക്കരുത്. പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്. പാവം കാക്കകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ. കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത്. പിന്നെ വടിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട. ശവത്തിലായാലും മറ്റുള്ളൊരു കുത്തിവേദനിപ്പിക്കുന്ന കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കുചാല ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്, പാരാവരുതെന്ന്. നീ എന്താ തലയിൽ വെച്ച് കൊണ്ടുവന്നേ? ആവില്ല. അവലെങ്കി അവല് എടുത്തകത്ത് വെക്ക്. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ചാക്ക് വെച്ച് കിടത്തോ. ആ മക്കളെ, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണമായി. ബാക്കി നമുക്ക് വെക്കാട്ടാ. sound of the crashing waves made the villagers talk in a loud voice. ഇത് നിങ്ങളെ സ്കൂളിൽ തെറിയാണോ പഠിപ്പിക്കണേ? വെള്ളടിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താടാ അത്? Just for change. ഓ, നിന്നെ ഒടുക്കത്താവാനായിട്ട്. മക്കളെ, നിങ്ങൾ പഠിച്ച് പരീക്ഷയിൽ തോൽക്കണം, അല്ലെ ജയിക്കരുത്. അരെ ഞാനല്ല ഇതൊക്കെ വെള്ളം പറയുന്നതാ. മക്കളെ, നിങ്ങൾ പഠിച്ചു വലുതായിട്ട് വേണം നമ്മളെ ഇറക്കി വിട്ട ആ വല്ലോന്റെ ബംഗ്ലാവ് തിരിച്ചു പിടിക്കാൻ. ഇപ്പൊ ബംഗ്ലാവ് ഇരിക്കുന്ന പൊസിഷന് എന്തൊരു കുറവ്. ഞാൻ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാ വലിച്ചേ. നീ പോടെ കള്ളോടിയാ. വലിച്ചോ? നിനക്കറിയില്ല, അവളുണ്ടല്ലോ, അവളെ ഞാൻ കണ്ടാ എന്റെ നെഞ്ചത്ത് കൂടെ അവള് ഉലാത്തണത്. എന്റെ തിരുപ്പതി ഭഗവാനെ, ഞാൻ കോടീശ്വരനാകുമ്പോ ഇവളെ എന്റെ വേലക്കാരി ആക്കുകയാണെങ്കിൽ നിനക്ക് ഈ തലകളിൽ ഏത് വേണേലും മൊട്ടയടിക്കാൻ എടുക്കാം. എന്റെ നീ ഈ മൊട്ടന് പിരിയാത്ത പിള്ളേരുടെ മൊട്ടയടിക്കാൻ നിന്റെ അച്ഛനാര് ബാർബറാ? ഇതാണ് കുടിച്ചേ കൊട്ടയാണ്. മാക്സിമം കയറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ആണാണെങ്കിൽ ഇറങ്ങി വാടി കുരുത്തം കെട്ടവളെ. നീ എന്താണ് സിദ്ധാർത്ഥിനെ പറ്റി തുടങ്ങിയില്ല നാശങ്ങള്. ഇവിടെ കുടിൽ വെച്ച് താമസിക്കുക ഇതുങ്ങളൊക്കെ ഏതാ? ഇവിടുത്തെ വലിയ യസ്മാൻ അയാളുടെ അപ്പൻ ഇഷ്ടദാനെ കൊടുത്ത സ്ഥലം അത്. നീ ആരാടി? ഉണ്ണിയാർച്ചയാ അതോ മാർക്കറ്റ് താച്ചറാ? അല്ലേ കൂതറ സായിപ്പിന്റെ മോളോ? എടി ഒരുമ്പെട്ടോളെ, നിന്നെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ കണ്ടാ വാലും മടക്കി ഞാനൊരു പട്ടി പോലെ ഇങ്ങനെ നടക്കൂടി. ഒരാഴ്ചക്ക് ഓടിക്കൂടി നിന്നെ. ഒരാഴ്ച കൂടി കൂട്ടി കൊടുക്കാനും എന്നെ കിട്ടില്ല. വൃത്തിയിട്ടവനെ പിള്ളേരുള്ള വീടാണത്. You shameless creature, bloody bullshit. എന്റെ ബെഡ്ഷീറ്റാ ഞങ്ങളുടെ കയ്യിലുണ്ട്. ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. റാസ്കൽ, ഒരു ഇഡിയറ്റ് നീ കൂട്ടുപിടിച്ച. എന്റേത് വവ്വൽസാ. വവ്വാലോ? ഇംഗ്ലീഷിലെ വവ്വൽസാ. കളിക്കരുത്. മതി, ഇനി നീ കുറച്ച് റെസ്റ്റ് ചെയ്യ്.
This phone is out of range. വേണ്ട. Hey, this not reachable. www.comedy. എന്താ അത്? തമ്പുരാനറിയാ? പോടാ പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. ആ ചില്ലിന്റെ ബംഗ്ലാവല്ലേ പൊട്ടിയെ? ഏ? അല്ല ബംഗ്ലാവിന്റെ ചില്ലല്ലേ പൊട്ടിയെ? അപ്പൊ അവക്ക് ശത്രു നമ്മള് മാത്രല്ല.